നമസ്കാരം. ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറിമറിയും. ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ലക്ഷങ്ങൾ കയ്യിൽ വരും. ഒരു ലക്ഷാധിപതിയാകാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുകയാണ്. ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിന് ഭാഗ്യമാണ്. ആ കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പുണ്യതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും ഇനി മാറ്റത്തിൻ്റെ സമയമാണ്. ഒരാളെയും ദൈവം എക്കാലവും കഷ്ടപ്പെടുത്തില്ല. എക്കാലവും ഒരാളെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കില്ല ദൈവം. ജ്യോതിഷപ്രകാരം ചില സമയങ്ങളിൽ ഗ്രഹങ്ങളുടെ ചലനം ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കും. ജീവിതം മാറിമറിയും. എത്ര താഴെത്തട്ടിലുള്ള ഒരാളെയും വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം വന്നു ചേരുന്ന, കഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരെയാണ് നമ്മൾ അറിയുന്നത്. ഇവർ ദൈവാനുഗ്രഹം വർദ്ധിക്കാനായി ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നാളുകൾ ഇവരുടെ ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം. അതിലേറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി എടുക്കില്ല എങ്കിൽ പോലും ഒരാളെ കാണുമ്പോൾ ഒരു ദയ തോന്നി ചിലപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുന്നതാകാം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി, അതല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ യാത്ര, ഇതൊക്കെ വലിയ ഗുണമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ജീവിതത്തിലെ സകല പ്രാരബ്ധങ്ങളും മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഭാഗ്യാനുഭവങ്ങൾ വലിയ രീതിയിൽ വന്നു ചേരും. സാമ്പത്തികമായി ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അതിസമ്പന്ന യോഗം വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും വലിയ സൗഭാഗ്യത്തിലേക്ക്, വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഇനി ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ലക്ഷങ്ങൾ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ വലിയൊരു വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ, വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ, എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും തിരുവാതിര നക്ഷത്ര ജാതകർ ഇവരെ സംബന്ധിച്ച് അതിസമ്പന്ന യോഗമാണ് ഇനി വന്നു ചേരുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്.
അടുത്ത നക്ഷത്രം പൂയമാണ്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഒരു 2 അരിമണി എടുക്കുക. 2 അരിമണി എടുത്തതിന് ശേഷം നമ്മൾ പൈസ സൂക്ഷിക്കുന്ന ആ പെട്ടിയിൽ ഇത് വയ്ക്കുക. ധനം ധാരാളം വന്നു ചേരണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് മതി നിങ്ങളുടെ ജീവിതം മാറാൻ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പൂയത്തിന് ദൈവാനുഗ്രഹം ശക്തമായ സമയമാണ്. ശത്രുക്കളൊക്കെ മാറുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിലും ജോലി രംഗത്തും നേട്ടങ്ങളുണ്ടാക്കും. വലിയ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ജീവിതം മാറിമറിയും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഉത്രം നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും മാറുകയാണ്. ഇത് എഴുതി വെച്ചു. നിങ്ങളുടെ ഇത്രയും കാലത്തെ സകല കഷ്ടപ്പാടുകളും മാറി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. പഴയ ദുഃഖങ്ങൾ മാറും. സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ ലഭിക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇരട്ടിയാകും. ഭാഗ്യം നിങ്ങളെ കനിയും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഇത് വിജയത്തിൻ്റെ സമയമാണ്. കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ പായും. ധനം ധാരാളം സമ്പാദിക്കും. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. ബിസിനസ്സിലും ജോലിയിലും വളർച്ച ഉറപ്പാണ്. രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യകാലമാണ്. യാത്ര, പുതിയ അവസരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയം. ഒരു വലിയ സ്വപ്നം നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളോട് ഇണങ്ങാൻ വരുന്ന സമയം കൂടിയാണ്. തീർച്ചയായിട്ടും അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞ 7 നക്ഷത്രങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഈ ഭാഗ്യം ഉറപ്പിക്കാൻ, ഈ ഭാഗ്യം തുടർന്നു വരാൻ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുക. ഒരു ദീപം കത്തിക്കുക. ഇന്ന് രാത്രി തന്നെ ഒരു ദീപം കത്തിക്കുക. ദൈവത്തെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന സമയം നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും. സകല സങ്കടങ്ങളും മാറും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്നു പോകും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.